നാലാമത്തെ പരീക്ഷണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പരീക്ഷണം അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടവനെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കച്ചവടമൊക്കെ പെട്ടെന്ന് നഷ്ടത്തിലായിട്ട് നിനക്ക് ദാരിദ്ര്യം, കടങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇപ്പൊ പറയണത് ആരോ അടുത്ത കടക്കാരന്റെ പ്രാക്ക് കാരണം പൊട്ടിയതാ നമ്മൾ വിചാരിക്കണേ. ഓൻ എന്തോ ചെയ്തു വെച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1000-500 നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയണേ. എന്തിനാ ഓനെ കുറ്റം പറയണേ? ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഓനെ കുറ്റം പറഞ്ഞ ഒന്നും കിട്ടാനില്ല. നമ്മുടെ വിധിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തിക ഞെരുക്കം തന്ന അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി, അദ്ദേഹത്തെ കുറ്റം പറയണ്ട. കാരണം എന്തേ? നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഒരു 2 നില വീടുണ്ടെന്ന്, ഇപ്പൊ ഇങ്ങനെ നല്ല 2 നിലയുള്ളൊരു വീടിന്റെ അലമാരിക്കകത്ത് 500-1000 കെട്ടുകൾ കെട്ടി വെച്ചിരിക്ക. അപ്പോഴാണ് പള്ളി കമ്മിറ്റിക്കാർ പോയിട്ട് പറയുന്ന, ഒരു 30 വയസ്സായ ഒരു എത്തിയുമായ പെൺകുട്ടിയുണ്ട്, കെട്ടിക്കാനാ വല്ലതും തരൂ. ഈ മനുഷ്യൻ ഇങ്ങനെ തപ്പും. അല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരു 500 നോട്ട് കൂടി അത്രയുള്ളു, ഒരു 500 അല്ലെങ്കിൽ 1000 നോട്ട് എടുത്തുകൊണ്ട് വന്നാൽ വലിയ പുണ്യം. എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാണുന്ന മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറയും, ഇതേ എന്റെ കയ്യിലുള്ളൂ, ഒന്നുമില്ല. വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ വെച്ചിട്ട് പറഞ്ഞ വാക്കെന്ത്? എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞാക്കിയതാ. കയ്യിൽ വെച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു, അള്ളാഹു നിന്നെ ഇല്ലാതാക്കി. ഇനിയും പറഞ്ഞ ഇപ്പം കുറച്ചെങ്കിലും കിട്ടും. ഇപ്പൊ 24,000 30,000 കിട്ടും. ഇനിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യത്തീംഖാനയിലാക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് വീടുണ്ട്, വാഹനമുണ്ട്, വാടകയ്ക്കെങ്കിലും വീടുണ്ട്. അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ 1 സെന്റ് പോയിട്ട്, വാടക വീട് പോയിട്ട്, തന്റെ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും വിചാരിച്ചിരിക്കുന്നത് പണം ഒരു അനുഗ്രഹമാണ്. നല്ല ചങ്ങായിമാരെ, പണം അനുഗ്രഹമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹി സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് മഹാനായ സുലൈമാൻ നബി അലൈഹി സലാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് സുലൈമാൻ നബിയാ. കാരണം അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകനാണ്. അതിനെക്കുറിച്ച് കണക്ക് പറഞ്ഞിട്ടാണ് അവസാനം കിടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുതൽ റളിയല്ലാഹു തആല ലക്ഷക്കണക്കിന് സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനുണ്ടല്ലോ. ഈ സഹാബത്തിൽ നിന്ന് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. മുട്ടുകാലിലഴഞ്ഞാ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ താമസിച്ചത്? യാ റസൂലല്ലാഹ്, നിന്ന് പറഞ്ഞു നബിയേ, ഇരുന്ന് പറഞ്ഞു നബിയേ, കടന്നു പറഞ്ഞു നബിയേ, നടക്കാൻ കഴിയാതെ മുട്ടുകാലിലടഞ്ഞ് സ്വർഗത്തിൽ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ചെറുക്കലയിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട്, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്ന് 50,000 കൊല്ലം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗം കാണൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്ന കാലമാണ്. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അത് മോഷ്ടിച്ചിട്ടാകട്ടെ, ബാങ്ക് കൊള്ളയടിച്ചിട്ടാകട്ടെ, പിടിച്ചുപറിച്ചിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, വ്യഭിചാരം നടത്തിയിട്ടാകട്ടെ, പലിശ നടത്തിയിട്ടാകട്ടെ. പടച്ചവരെ, ഇന്ന് കഞ്ചാവിന്റെ കച്ചവടമാണല്ലോ ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാ. അല്ലാഹുവേ, എങ്ങനെയും പണമുണ്ടാക്കണം. കൊട്ടേഷൻ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്നവരോട്, എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തി വേണ്ട. ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്ന എന്റെ മുസ്ലിമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ,
ആരുടെയെങ്കിലും വീട്ടില് 2 തെറ്റുകളുണ്ടെങ്കിൽ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഈ പറയുന്ന 2 തെറ്റ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തട്, നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തട്. ഇല്ലെങ്കിൽ നിന്റെ പിഞ്ചുമക്കള് ചെറുപ്രായത്തിലെ യതീമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പൊന്നുമോളെ, ഈ പറയുന്ന തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കട്, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരുത്തി കൊടുക്കട്. അങ്ങനെ തിരുത്തി കൊടുക്കാതെ നീയും കൂടെ നിന്നാ ചെറുപ്രായത്തിലെ നീ വിധവയായി പോകുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 തെറ്റുകൾ ഞാൻ പറയാം. ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂലേ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂലേ? തിരുത്താൻ നിയത്ത് ചെയ്യുന്നവർ കൈവക്ക്. 2 തെറ്റുകൾ പൊക്കിക്കോ. നിന്റെ കാര്യത്തിലാ തീരുമാനം. കാരണം ഹദീസിന്റെ താഴോട്ടൊക്കെ നോക്കുമ്പോ കാണാം, വീട്ടുകാരന്റെ ആയുസ് കുറയും. നിന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നീ പോകുന്നു. വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 തെറ്റുകൾ. ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അള്ളാഹുവേ, ഏത് വഴിയിലും പണം വേണമെന്ന് പറഞ്ഞ ഹറാമും ഹലാലും നോക്കാതെ നെട്ടോട്ട് പോടുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പലിശക്കെടുക്കുന്നവരുണ്ടല്ലോ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനാകാൻ ലോട്ടറി എടുക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുമോരെ. നീ നേരത്തെ പോകേണ്ടി വരും ചെറുപ്പക്കാരാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ, ഹറാമായ സമ്പത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. ഏത് പെണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതുന്നവളല്ല, ലക്ഷക്കണക്കിന് ദിക്റുകൾ പറയുന്നവളല്ല. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇന്ന് വൈകുന്നേര സമയത്ത് വെറുങ്കയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യ പറയുവോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, പണം കൂടിക്കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാ, എന്തെല്ലാം പേക്കൂത്തുകളാ. അല്ലാഹു തന്ന സമ്പത്ത് അതൊരു പരീക്ഷണ വസ്തുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ആർഭാടങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതിര് കടന്നു പോകുന്നല്ലോ. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, പൊന്നുമോരെ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കുക ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. റസൂലുള്ള കരയുകയാ. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വലിക്കുകയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ള മിസ്അബിനെ നോക്കിയിട്ട് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അള്ളാന്റെ നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? മിസബേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു പോയതാ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവേ, മിസബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ചെറുപ്പക്കാരാ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചിരുന്നത്. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞു. വീടിനകത്ത് കെട്ടിക്കിടുകയാണ്, പട്ടിണിക്കിടുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമുഖന് മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വെളിയിലിറങ്ങി. ആ സമയത്ത് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മിസ്ബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയോ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. എനിക്കൊരുപാട് സമ്പത്തുണ്ട് മിസ്ബേ, ഈ മക്കയുടെ പകുതിയും എന്റെതാ മിസ്ബേ. മിസ്ബിന്റെ ഉമ്മ പറയുകയാണ്, ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോരെ. ഇവിടെ നിന്നിറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന കമീസൂരിയട്ട ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, ഇമ്മാ, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഇറങ്ങി പോകുമ്പോ മിസ്ബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മിസ്ബേ, നീ നശിച്ചു പോകട്ടടാ. ഇനി നീ എന്നെ ഉമ്മ എന്ന് പോലും വിളിക്കല്ലേ. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞതെന്തിനെന്നറിയുമോ? സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച് നടന്ന മക്കയിലെ കോടീശ്വരന്റെ മകനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ കോലം എന്തെന്നറിയുമോ? ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാണ്. ആകെ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, 62 സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. ഇനി തയ്ക്കാ സ്ഥലമില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മിസ്ബേ, എന്ത് കോലമാ മിസ്ബേ, എന്ത് കോലമാ മിസ്ബേ? യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തച്ചു വെക്കാ വല്ലാത്ത സന്തോഷമാ നബിയേ.